بسم الله الرحمن الرحيم الحمد لله اللهم صل وسلم على വായിക്ക് വായിക്ക് നമ്മൾ വിനയം കാണിക്കുന്നു. നദറവും അതിന് സുക്കൂനാണ് അവിടെ മുസന്നിഫന്നെ ദബത്തിട്ടിക്കുന്നത്. മുസന്നിഫന്നെ അങ്ങനെ സുക്കൂനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദബത്തിൽ മുസന്നിഫിന്ന് അർത്ഥം കൊണ്ട് പറഞ്ഞു. മുസന്നിഫന്ന ദബത്തിടൽ കൊണ്ട് അതിൻ്റെ അർത്ഥമാണ് നഖ്ലൗ ഞങ്ങൾ തായ്മ ചെയ്യുന്നു, നദില്ലു ഞങ്ങൾ നിസ്സാരമായി അപേക്ഷിക്കുന്നു, നിന്നിലേക്ക് യാ അല്ലാഹു അല്ലാഹുവേ. തടസ്സങ്ങളെ തടയുന്നത് മാനിയൻ്റെ ജമ്മാണ് മവാനി. മന്നേന്ന് പറഞ്ഞാൽ തടയൽ, തടസ്സങ്ങൾ തടയുന്നത്. എൻ്റെ ടോട്ടൽ അർത്ഥം പറയാം. നസ്സലു സല യസ്സലു നസ്സലു ഞങ്ങൾ ചോദിക്കുന്നു എന്നോട് അങ്ങേയറ്റത്തെ ചോദ്യം. എന്തിനാലുള്ള അങ്ങേയറ്റം? വിനയത്തിനാലും നിസ്സാരമാവലിനാലുമുള്ള അങ്ങേയറ്റത്തെ ചോദ്യം ചോദിക്കുന്നു. നീ തടയലിനെ മവാനിയ തടസ്സങ്ങളെ. തംനവും തടസ്സങ്ങൾ പറഞ്ഞാൽ അതാണ്. അല്ലഷ്യ അല്ലത്തി തംനവും തടയുന്ന തടസ്സങ്ങളെ, വസ്തുക്കളെ, കാര്യങ്ങളെ. തംനാവിൻ്റെ അർത്ഥം തവക്കു വിലങ്ങുന്ന, തടയുന്ന അഷ്യാക്കളെ തടയലിനെ ചോദിക്കുന്നു. എന്തിനെ തൊട്ട്? ജമ്മിൽ ജവാമി പൂർത്തിയാക്കലിനെ തൊട്ട് തടയുന്ന തടസ്സങ്ങളെ തടയുന്നതിൽ ഞങ്ങൾ നിന്നോട് വിനയം കാണിക്കുന്നു. അന്നിക്കുമാരി ഹാദൽ കിതാബ് ഈ കിതാബ് പൂർത്തിയാക്കലിനെ തൊട്ട്, അതായത് ജമ്മുൽ ജവാമി ബദലാക്കേണ്ടി വരും. ഹാദൽ കിതാബി കൂട്ടി വായിക്കുമ്പോൾ ഇത് ബദലാക്കേണ്ടി വരും. എങ്ങനെ പൂർത്തിയാക്കുക? തഹരീറൻ എഡിറ്റിങ്ങിനാൽ. എഡിറ്റിങ് പൂർത്തിയാക്കലാണ് എന്നുള്ളത്. രചന കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മൂപ്പര് മുഖവുര എഴുതുന്നത്. കിതാബ് രചിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മുഖവുര എഴുതുന്നത്. അതുകൊണ്ടാണ് എഡിറ്റിങ് പൂർത്തിയാക്കാന്നാണ് അന്നിക്കുമാലി. പൂർത്തിയായിക്കണ സംഭവം. കിതാബ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തഹരീറൻ എന്നതിൻ്റെ അർത്ഥം അല്ല, ഇക്മാലിൻ്റെ അർത്ഥം എന്താണെന്ന് വെക്കണോ? തസ്നീഫ് പൂർത്തിയാവല്ല, പിന്നെ എന്ത് പൂർത്തിയാക്കലാണ്? തഹരീർ പൂർത്തിയാക്കലാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി എഡിറ്റ് ചെയ്യൽ പൂർത്തിയാക്കലിനെ തൊട്ട് തടയുന്ന തടസ്സങ്ങൾ നീക്കുന്നതിൽ നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനാണ് തഹരീർ എന്ന് പറഞ്ഞത്. മനസ്സിലായ? ഈ പൂർത്തിയാക്കൽ തസ്നീഫല്ല എന്നർത്ഥം. അത് തെഹരീറാണ് എന്നുള്ള നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അത് സന്ദർഭം തെളിവ് കൊണ്ട് തെഹരീറെന്ന് മൂപ്പര് കൂട്ടിക്കൊടുത്ത് ഷാരിഹ്. അതിൻ്റെ തെളിവെന്താ? സന്ദർഭം തെളിവായിട്ട് തെഹരീറെന്ന സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അതെന്താന്നുള്ള പിറകെ വരും, അത് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ അല്ലതി എങ്ങനെയുള്ളതായ ജബ്ബൽ ജവാമിയാണ് ഇക്ബാലുഹു അതിനെ പൂർത്തിയാക്കൽ. അല്ലതി പറഞ്ഞ ജമ്മുൽ ജവാമിൻ്റെ സിഫത്ത. എങ്ങനെയുള്ള ജമ്മുൽ ജവാമിയാണ് ഇക്മാലു അതിനെ പൂർത്തിയാക്കൽ. ഖുയൂറും കസീറത്തും എന്ന് വരുന്നുണ്ട്. അതാണ് ഖബർ. ഇക്മാലുഹു ധാരാളം ഖൈറാണ്, അതിനെ പൂർത്തിയാക്കലാകുന്നത് ഖുയൂറും കസീറത്തും. എന്താണ്? മനസ്സിലായ? അല്ലത് എങ്ങനെയുള്ള ജമ്മുൽ ജവാമിയാണ് ഇക്മാലുഹു അതിനെ പൂർത്തിയാക്കൽ. ലികസറത്തിൽ ഇന്തിഫായി ബിഹി അതുകൊണ്ട് ഉപകാരം അധികമായതിന് വേണ്ടി. ഫീമ ഒരു കാര്യത്തിൽ. അമല മതിയാണ്. മുസന്നിഫ് കരുതിയ ഹുവാവുന്നില്ല. മുസന്നിഫ് കരുതിയ ഒന്നിൽ
ഉപകാരം ധാരാളമുണ്ടായതായതിനു വേണ്ടി ഈ ജമ്മുൽ ജവാമീനെ പൂർത്തിയാക്കലാവുന്ന ഖുയൂറും കസീറത്തും ധാരാളം ഖൈറാണ്. മനസ്സിലാവേണ്ട അർത്ഥം വെക്കാൻ കഴിയോ? അല്ലാതെ എങ്ങനെയുള്ള ജമ്മുൽ ജവാമിയാണ് ഇക്മാലുഹു 25 വെക്കുന്നുണ്ട്. അതും സ്വന്തമാണെന്ന് ആദ്യം വേണം. നമുക്ക് പഠിപ്പിച്ചു തരണമെന്ന് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇക്മാലുഹു ഖുയൂറും കസീറത്ത്, അങ്ങനെയുള്ള ജമ്മുൽ ജവാമി. എന്തുകൊണ്ട്? ഉപകാരം അധികരിച്ചതിന് വേണ്ടി കരുതി മാതിയാണ്. മാതിക്ക് മാതി തന്നെ അർത്ഥം വെക്കുക. നിങ്ങൾ തൊള്ളയിൽ പുട്ടല്ല വെക്കേണ്ടി. അമല മുസന്നിഫ് കരുതിയ ഒന്നി വാല കുല്ല് ഖൈറിൻ. ഇനി വേറൊരു കാര്യം പറയപ്പെട്ടത്, ഏത് നന്മക്കും ഉണ്ടാകുമല്ലോ തടസ്സങ്ങൾ ആകുന്നത്. അത് ഖബർ മൂത്താണ്. ഒരു ജുംലപ്പുറത്ത് കൊണ്ട് പറഞ്ഞതാണ്. അത് ഖബർ മുഖദ്ദമും മുത്തമുഅഖറുമാണ്. എല്ലാ നന്മയുടെ മേലിലും ഉണ്ടാകും മാനിയൻ, ചില തടസ്സങ്ങളുണ്ടാവും. നവും ഒരു ഇനം തടസ്സം ഉണ്ടാവും എന്നർത്ഥം. അശാറ അത് വേറെ. മുസന്നിഫ് സൂചിപ്പിച്ചു ബി തസ്മിയത്തിഹി, ഈ കിതാബിന് പേരിടൽ കൊണ്ട്, ഈ പേര് കൊണ്ട്. ഏത് പേര് കൊണ്ട്? ജംഉൽ ജവാമി, മത്തിനിന്റെ പേരാണ്. മനസ്സിലായ? തമീർ മടക്കിയത് അശാറ, അത് മുസന്നിഫിക്ക് മടക്കി ഫായില്. ബി തസ്മിയത്തിഹി, പേരിടൽ കൊണ്ട്. യാദിൽ കിതാബി എന്നൊക്കെ നേരത്തെ വന്നില്ല. ബിദാലിക എന്ന പേരുകൊണ്ട്. എന്തിലേക്ക് സൂചിപ്പിച്ചു? അഷാറ മുസന്നിഫ് സൂചിപ്പിച്ചു ഇലാ ജംഇഹി, ഈ ജമ്മ ഒരുമിച്ച് കൂട്ടലിലേക്ക്. ഈ കിതാബ് കുല്ല മുസന്നഫിൻ, മുസന്നിഫല്ല, എല്ലാ രചനകളെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഈ കിതാബിൽ ഇന്ന് കഴിഞ്ഞു പോയ, ഈ വിഷയത്തിൽ കഴിഞ്ഞു പോയ മുഴുവൻ കിതാബിലുള്ള വിഷയങ്ങളും ഇതിൽ ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. മുസന്നിഫ് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ജമ്മാറിനെ ഒരുമിച്ച് കൂട്ടിയതെന്നാണ്. അത് ജവാമി എന്ന് പറഞ്ഞാൽ ജാമിയൻ്റെ ജമ്മാണ്. ജാമിയ പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടിയ കിതാബുകൾ. ജമ്മുൽ ജവാമി, ഒരുമിച്ച് കൂട്ടിയ കിതാബുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടൽ എന്നാണല്ലോ അർത്ഥം. മനസ്സിലായ? അതുകൊണ്ടായിരിക്കും പണ്ഡിതന്മാർ ഇതിനെ തിരഞ്ഞെടുത്ത് ഈ കിതാബ് നമ്മുടെ സിലബസിൽ പെടുത്തിയത്. ഈ കിതാബിൻ്റെ മത്തിന് എന്താണ്, ഇതിന് മുമ്പുണ്ടായ മുഴുവൻ കിതാബുകളും പരിശോധിച്ചിട്ട് അതിൽ നിന്നും ആണ് മൂപ്പര് പോയിന്റുകൾ എഴുതിയത്. ഇലാ ജംഇ, എന്തിലേക്ക് സൂചിപ്പിച്ചു? ഇത് ഒരുമിച്ച് കൂട്ടിയിരിക്കണേ. എന്തിന്? ഈ ജംഇ എന്ന് പറഞ്ഞ മസ്ദറിന്റെ മഫ്ഊലാണ് കുല്ല. മനസ്സിലായ? ഇലാ ജംഇഹി, ഈ കിതാബ് ഒരുമിച്ച് കൂട്ടിയിരിക്കണേ കുല്ല മുസന്നഫിൻ, എല്ലാ രചനയെയും. ഏതായ മുസന്നഫ്? ജാമിയൻ, ഒരുമിച്ച് കൂട്ടിയ എല്ലാ രചനയെയും. ഫീമ, ഒന്നിൽ ഒരുമിച്ച് കൂട്ടിയ. ഹുവ, ഈ കിതാബാകുന്നത് ആ ഒന്നിലാണ്. അതായത് ഉസൂലുൽ ഫിഖ്ഹിലുള്ള മുഴുവൻ രചനയെയും അർത്ഥം. എന്തേ അർത്ഥം വെക്കാൻ കിട്ടും നിങ്ങൾക്കൊക്കെ? പൊട്ടൻ്റെ മാതിരി വരുമോ? ജാമിയൻ ഒരുമിച്ച് കൂട്ടിയതായ എല്ലാ മുസന്നഫിനെയും. ഫീമ, ഒരു വിഷയത്തിലുള്ള, ഒരു ഉസൂലുൽ ഫിഖ്ഹിലുള്ള എന്നർത്ഥം. ഹുവ, ഈ കിതാബാകുന്നത് ആ ഒരു വിഷയത്തിലാണ്. ആ വിഷയത്തിലുള്ള എല്ലാ ഒരുമിച്ച് കൂട്ടിയ രചനയെയും ഈ കിതാബ് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഫളലൻ അൻ കുല്ലി മുഖ്തസരിൻ, പ്രത്യേകിച്ചായ നിലയ്ക്ക് ചെറിയ കിതാബുകളാണ്. ഇത് ഏതായാലും ഉണ്ട്. ഫളലൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകിച്ച്, ഖാസ്വത്ത് എന്നുള്ള അർത്ഥമാണ്. ഏറെയായ നിലക്ക്. ഫളില ഏറെ എന്നർത്ഥം. എല്ലാ ചെറു രചനകളെ ഏതായാലും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. യഅനി, മുസന്നിഫ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിലെ ലക്ഷ്യങ്ങളെ, മഖ്സൂദ് മുഴുവൻ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രധാനപ്പെട്ടതൊക്കെ ഏതായാലും വന്നിക്കണമെന്ന് അർത്ഥം. അത് മഖാസിദ് ദാലിക, അതിലെ മഖ്സൂദുകളെ, എല്ലാ മുസന്നഫിൻ്റെ ദാലിക്കാരൻ അതിലെ പറഞ്ഞാൽ അതിലെ ഈ മുസന്നഫിൻ്റെ മുഴുവൻ മുസന്നഫിൻ്റെ മഖ്സൂദിനെ ഇത് ഒരുമിച്ച് കൂട്ടി. എന്തുകളാൽ? മസ്അലകളാൽ. ആ സാധനം മഖ്സൂദ് ഏതൊക്കെയാണ്? മഖ്സൂദുകളെ ഒരുമിച്ച് കൂട്ടിയാൽ മഖ്സൂദ് എന്താന്ന് പറഞ്ഞുതരാണ്. മസ്അലകളാൽ. പിന്നെന്തിനാൽ? അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാലും.
ചിലപ്പോൾ ഉണ്ടാവില്ല, രണ്ടഭിപ്രായമൊക്കെ അതും ഇതിൽപ്പെടും. എന്തില്ല, ദലീലുകൾ ഈ മത്തനിൽ പറയുന്നില്ല. മത്തനിൽ എല്ലാ ദലീലൊന്നും പറയാം. അത് പിന്നെ ഷാരിയ പറയും, നമ്മുടെ മാലിമാമ പറയും. മത്തന് സുബിക്കി ഇമാമാണ്. മത്തന് മകനായ സുബിക്കി ഇമാമ് താജുദ്ദീൻ സുബിക്കി, വാപ്പണ്ട് വേറെ തഖിയുദ്ദീൻ സുബിക്കി. നമ്മുടെ കിതാബിന്റെ മുസന്നിഫിന്റെ പേരെന്താ? താജുദ്ദീൻ സുബിക്കി. അതിന്റെ ഷറഹാണ് മഹൽ ഇമാമിന്റെ ഷറഹാണ് നമ്മൾ അടിയിൽ വായിക്കുന്നത്. ദൂന ദലായിലി, ഏതേ ഇല്ല മത്തനില് ദലീലുകളല്ല. അസ്മായി അസ്ഹാബിൽ അക്വാലി, അഭിപ്രായ അക്വാലുകളുടെ ആ ഉടയന്മാരുടെ പേരുകളും പറയുന്നില്ല. മറ്റേ ആരെ പേര് പറയണമെന്നില്ല. ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരെ കീല കീല കാല കീല എന്നൊക്കെ പറഞ്ഞാണ്ട് പോവുള്ളൂ. ആളെ പേരൊന്നും പറയില്ല. ഇല്ല യസീറൻ മിൻഹുമ, അവ കുറച്ചേ. ദലായിലും അക്വാലിന്റെ അസ്ഹാബിന്റെ അസ്മാകളും രണ്ടും കുറച്ചൊക്കെ പറയും, എപ്പോഴെങ്കിലൊക്കെ പറയും, എപ്പോഴും പറയില്ല. ഇപ്പൊ ദിക്കുറുഹു, അപ്പൊ ആ ചിലത് പറഞ്ഞ് ബാക്കി പറയാൻ എന്ത് എന്നാ ഇതിനെ പറയാൻ കാരണം ഇപ്പൊ ദിക്കുറുഹു മൂത്താക്കുക ലിനുക്കത്തിൻ, അത് ചില കാരണം പോയിന്റുകൾക്ക് വേണ്ടിയാണ് പറഞ്ഞത്. നബിനല്ലോ പറഞ്ഞില്ല, മറ്റൊന്ന് പറയേണ്ടിയെന്ന് വെച്ചോള. ലിനുക്കത്തിൻ പറഞ്ഞത് എന്തിനാണ്? പോയിന്റുകൾക്ക് വേണ്ടിയാണ്. ആ ഇപ്പൊ ദിക്കുറു എന്ന് പറഞ്ഞാൽ മൂത്താണ്. ലിനുക്കത്തി എന്ന് പറഞ്ഞാൽ ഖബറാണ്. നുക്തത്തിന്റെ അമ്മാണ് നുക്കത്ത്. ചില ഫായിദകൾക്ക് വേണ്ടിയാണ് എന്നർത്ഥം. സക്കറഹ, ഫായിദയെ പറയുന്നുണ്ട്. എവിടെ? ഈ കിതാബിന്റെ ജമ്മിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. മൂപ്പര് പേര് പറയാനുള്ള കാരണങ്ങൾ, ചില ദലീലുകളൊക്കെ പറയാനുള്ള കാരണങ്ങൾ. ചിലപ്പോൾ ചില പേരുകളൊക്കെ പറയുമ്പോൾ ഈ മൂല്യര് പറഞ്ഞാണല്ലേ, വലിയ മൂല്യർ തന്നെയല്ല. അപ്പം വലിയ മൂല്യരൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ഒന്ന് പേരൊക്കെ പറയും. അപ്പോൾ ആളെ അറിയേണ്ടതാകുമ്പോൾ പറഞ്ഞാൽ നല്ലതാണ്. നമുക്കൊരു ഒരു ഇത് കിട്ടും, അന്തം കിട്ടും. ഒരു 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 ഓലൊക്കെ പറഞ്ഞതാണെന്ന് തോന്നൽ വരും. പിന്നെ മത്തനല്ലേ അന്നിക്കമാലി ജമ്മിൽ ജവാമി, ജമ്മുൽ ജവാമി പൂർണ്ണമാകലിനെ തൊട്ട്, അതിന്റെ എഡിറ്റിംഗ് പൂർണ്ണമാകലിനെ തൊട്ട് തടയുന്ന തടസ്സങ്ങളെ തടയുന്നതിൽ വിളങ്ങുന്നതിൽ ഞാൻ നിന്നോട് വിനയം കാണിക്കുന്നു. അൽ ജമ്മിൽ ജവാമി, ജമ്മുൽ ജവാമിയിലെ പൂർത്തീകരണത്തെ തൊട്ട് തന്നെ. അല്ലാത്തി അതിന്റെ സിഫത്താണ്, ആ മത്തനിന്റെ സിഫത്താണ്. ആ ജമ്മിൽ ജവാമിന്റെ സിഫത്താണ്. ഏതായ ജമ്മുൽ ജവാമിയാണ് അൽ ആത്തി, അത് കൊണ്ടുവരും. ഉസൂലിന്റെ ഫന്നിൽ നിന്ന്, ഉസൂലുൽ ഫിഖ്ഹിലെ മിൻ ഫന്നിൽ ഉസൂലി, ഉസൂല് പറഞ്ഞാൽ ഫിഖ്ഹ് തന്നെ ആവണമെന്നില്ല. ഇതിൽ അഖീദയും കുറച്ച് പറയുന്നുണ്ട് ലാസ്റ്റ്. ഉസൂലുൽ ഫിഖ്ഹും ഉസൂലുൽ അഖീദയുണ്ട്, മനസ്സിലായ? അപ്പൊ ഉസൂലിന്റെ ഫന്നിൽ നിന്ന് ഇത് കൊണ്ടുവരും ജമ്മുൽ ജവാമി. എന്തിന്? ബിൽ ഖവാഇദിൽ ഖവാത്തി, കണ്ടില്ല? ഗണ്യതമായ നിയമങ്ങളെ, തത്വങ്ങളെ കൊണ്ടുവരും. അല്ലാത്തി ജമ്മുൽ ജവാമി കൊണ്ടുവരും ബിൽ ഖവാഇദിൽ ഖവാത്തി മിൻ ഫന്നിൽ ഉസൂലി, ഫന്നുകളിൽ നിന്നും. മനസ്സിലായ? ഫന്നയിൽ ഉസൂലി എന്നും ഉണ്ട് ചില നുസ്ഖയിൽ. നമ്മൾ പറഞ്ഞില്ല രണ്ട് ഫന്നുണ്ട് എന്ന്. ഒന്ന് ഉസൂലിൽ ഫിഖ്ഹും ഉണ്ട്, അഖീദയുണ്ട് പറഞ്ഞില്ല. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ചില കോപ്പിയിൽ മിൻ ഫന്നയിൽ ഉസൂലി എന്നാണോ എന്ന് സംശയമുണ്ട്. അതിന് മൂപ്പര് പറയാണ് ഇഫ്റാദി ഫന്നി, ഫന്നിനെ എന്താക്കുക? ഏകവചനം തന്നെ ആക്കിയാൽ മതി. വഫി നുസ്ഖത്തിന്, ഒരു കോപ്പിയിലുണ്ട് ബി തസ്നിയത്തിഹി ഫന്നയിൽ ഉസൂലി, ഫന്നൈനി എന്നുള്ള നൂന് കളഞ്ഞിക്കാണ്ട് ഗാഫിലിയാവുമ്പോൾ ആ തസ്നിയാക്കാണ് ഔളഹ്, കൂടുതൽ വ്യക്തം. ഫന്നി ഉസൂലിൽ ഫിഖ്ഹി, അതാണ്. മനസ്സിലായ? ദീനിൽ നിന്നില്ല. മനസ്സിലായ? ഈ രണ്ട് ഫന്ന്. പിന്നെ അവിടെ ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് തസവൂഫ് പറയുന്നുണ്ട്. അപ്പം 3 ഫന്നുണ്ട് എന്ന് പറയാൻ പറ്റൂ. ഹക്കീത പറഞ്ഞിട്ട് പിന്നെ എന്തും പറഞ്ഞില്ല. അതിനെ മൂപ്പര് പറയാ അൽ മുഖ്തത്തമി, അത് ഇതിനെ ഈ ഫന്നുകളെ സമാപിക്കപ്പെടുന്നു ഒന്നുകൊണ്ട്. അത് സിഫത്താണ്. ആ
ഫന്ന് ഉസൂലിൽ ഫിഖ്, ഫന്ന് ഉസൂലിൽ ദീൻ എന്ന് പറഞ്ഞാണ്ട് പിന്നെ അൽ മുഖ്തസമ്, അങ്ങനെയുള്ളതായ സമാപിക്കപ്പെടുന്നതായ ഈ ജമ്മുൽ ജവാമീൻ്റെ സിഫത്തുമാക്കാം, അല്ലെങ്കിൽ ഫന്നിൻ്റെ സിഫത്താക്കാം. ഫന്നി ഉസൂലുദ്ദീൻ്റെ സിഫത്താക്കിയാൽ മതി. മനസ്സിലായ? ഫന്നി ഉസൂലുദ്ദീന് ലാസ്റ്റാണ് വരുന്നത്. അത് പിന്നെ അവിടെ സമാപിക്കപ്പെടുന്നുണ്ട് ബിമ ഒന്നുകൊണ്ട്, ആ ഉസൂലുദ്ദീനോട് യോജിച്ച ഒന്നുകൊണ്ട്. ബിമ ഒന്നുകൊണ്ട് യുനാസിബ് ആ ഒന്ന് യോജിക്കും ഹു ഉസൂലുദ്ദീനിനോട്. എന്തിനാൽ തസവുഫിനാൽ അതും കൂടി പറയുന്നുണ്ട്. അപ്പം ഇതിന് 3 ഫന്ന് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് ചോദിച്ചണ്ട. അത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഉസൂലുദ്ദീനിനോട് മുനാസിബായൊരു ഫന്നാണ് തസവുഫ്. അതിനോടങ്ങോട്ട് യോജിച്ച് അതിൻ്റെ കൂടെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് 3 ആക്കാന്ന്. അതിനാണ് ഇവിടെ മുനിമ യുനാസിബുഹു മൂപ്പര് ആ 3 ആക്കാനത്തിന് മറുപടിയും കൂടിയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പറയുന്നത്. അത് മുഖ്തസമി പിന്നെ സമാപിക്കപ്പെട്ടതാണ് ബിമ ഒന്നുകൊണ്ട് യുനാസിബ് ആ ഒന്ന് യോജിക്കും ഉസൂലുദ്ദീനോട്. അതെന്തിനാ തസവുഫിനാൽ. ആ ഉസൂല് ദീനാകുമ്പോൾ അക്കീദയെ നന്നാക്കണ ഇൽമാണ്, വിശ്വാസം നന്നാക്കണം. ഉസൂല് തസവുഫാകുമ്പോൾ അത് സ്വഭാവം നന്നാക്കണതാണ്. സ്വഭാവം അഖ്ലാഖ് നന്നാക്കണതാണ്. പിന്നെ വൽ ഫന്നു ഫന്ന് എന്ന് പറഞ്ഞത് എത്താ ഇനം എന്നൊക്കെയാണ് അതിൻ്റെ നേരെ അർത്ഥം. ഫന്നു കഥ എന്ന് പറഞ്ഞാൽ ഇന്ന ഫന്ന്, ഫന്നുൽ ഫിഖ്, ഫന്നു ഉസൂലുദ്ദീന്, ഫന്നു ഉസൂലുൽ ഫിഖ്. ഫന്നു കഥ എന്ന് പറഞ്ഞാൽ ഫന്നു കഥ അത് മുത്തക്ക. വൽ ഫന്നു അന്നവു അത് മൂത്തിയ ഖബറാണ്. ഫന്നു കഥ മുദാഫിലേക്ക് ഇട്ടുകാണ്ട് ഫന്നു കഥ എന്ന് പറഞ്ഞാൽ ഇലൽ ഇസ്മി മുസമ്മയെ ഇദാഫത്ത് ചെയ്യാണ് ഇസ്മിലേക്ക്. അതായത് ഫന്ന് എന്ന് പറഞ്ഞു തന്നെയല്ലേ ഈ ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞതും. ഫന്ന് എന്ന് പറഞ്ഞ സാധനം തന്നെയല്ലേ ഈ ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞതും. അപ്പോൾ ഒരു സാധനത്തിന് അതേ സാധനത്തിക്ക് ഇദാഫത്ത് ചെയ്യുമ്പോൾ രസമില്ലല്ലോ. അതിൻ്റെ അത് എന്ന് പറയുമ്പോൾ രണ്ടാവണ്ടേ. അവൻ്റെ പേന എന്ന് പറയുമ്പോൾ അവനെന്ന് അറിയോ, പേനൻ്റെ പേന എന്നറിയോ. ഫന്ന് എന്ന് പറഞ്ഞാലും എന്തെന്നെയാണ് ആ ഉസൂലുൽ ഫിഖിനെ പറ്റി എന്നല്ലേ ഫന്ന് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉസൂലുദ്ദീനെ പറ്റി. അപ്പോൾ ഫന്നു കഥ എന്ന് പറഞ്ഞാൽ ഫന്നു ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞാൽ ഉസൂലുൽ ഫിഖ് തന്നെയല്ലേ ഈ ഫന്നു. അപ്പം പിന്നെ ഞാൻ ഇദാഫത്ത് ചെയ്ത് കണ്ട് പറയാൻ പറ്റുമോ? ഫന്നിനെ എന്താക്കലുണ്ട് ഉസൂലുൽ ഫിഖ് എന്ന അതിലേക്ക് ഇദാഫത്ത് ചെയ്യണം. അതിന് പറയാണ് രണ്ടാക്കണം. ഫന്നിനെ ഒരർത്ഥമാക്കണം, ഉസൂലുൽ ഫിഖിനെ വേറെ അർത്ഥമാക്കണം. അതിന് പറയാണ് ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞ അതിൻ്റെ പേര്, ആ ഫന്നിൻ്റെ ഇസ്മ പേര്. ഫന്ന് എന്ന് പറഞ്ഞത് പേരിടപ്പെട്ട വസ്തു. ഇപ്പോൾ ഇയാളെ പേര് ആദില്, പേര് ആദില്, ഇടപ്പെട്ട ആരാ ഈ തടി വസ്തു മുസമ്മ എന്ന് പറയും. ഇസ്മും മുസമ്മ ഉണ്ടാവും. അപ്പൊ ഫന്ന് മുസമ്മ ആണെന്ന് വെക്കുക, പേരിടപ്പെട്ട വസ്തു ആണെന്ന് വെക്കുക. മറ്റേ മുദാഫിലെ ഉസൂലുൽ ഫിഖ് എന്നുള്ളത് ഫന്നു ഉസൂലുൽ ഫിഖ് എന്ന് പറയുമ്പോൾ ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെക്കുക പേര്. അപ്പോൾ ഉസൂലുൽ ഫിഖ് എന്ന് പേരിടപ്പെട്ട ഫന്ന്. അപ്പൊ ഫന്നു ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞാല് എന്ന പേരുണ്ട്, ആ പേര് അത് ആ ഉസൂലുൽ ഫിഖിന്റെ ഫന്ന്. ആ ഫന്ന് പറഞ്ഞാല് ആ മുസമ്മ. ഫന്ന് പറഞ്ഞാല് എന്തേ മുസമ്മ, ഉസൂലുൽ ഫിഖ് പറഞ്ഞാല് പേര്. അപ്പൊ ഫന്നു കഥ പറഞ്ഞാല് കഥ ഇസ്മാക്ക, ഫന്നിനെ മുസമ്മിയാക്ക. മനസ്സിലായ? അപ്പോൾ ഫന്നു കഥ എന്ന് പറഞ്ഞാൽ ഫന്നുൽ ഫിഖ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. നമ്മൾ സാധാരണ ഫന്നുൽ ഫിഖ് പറഞ്ഞ ഫിഖ് എന്ന് പറഞ്ഞ അതിൻ്റെ പേര്, ഫന്ന് പറഞ്ഞത് മുസമ്മ. മറ്റേ ഫിഖിൻ രണ്ടും ഒന്ന് തന്നെ ആകുമ്പോൾ ഫിഖിൻ്റെ ഫിഖ് എന്നാണോ അർത്ഥം എന്ന് തോന്നിപ്പോകും. അപ്പം എന്താണ് ഫന്നു കഥ എന്ന് പറഞ്ഞത് ഇലാഫത്തിൽ മുസമ്മ, മുസമ്മനെ ഇലാഫത്താണ്. അപ്പം ആദ്യത്തെ മുസമ്മ ഫന്നു എന്ന് പറഞ്ഞാണ് ആദ്യത്തെ. അതിനെന്തിലേക്ക് ഇലാഫത്ത് ചെയ്തു? ഇസ്മിലേക്ക്. രണ്ടാമത്തെ മുദാഫിലെ ഇസ്മാണ് എന്നർത്ഥം. ഏതുപോലെ ഷഹിരി റമദാനിലെ റമദാൻ മാസം എന്നല്ല അതിൻ്റെ അർത്ഥം. റമദാൻ എന്ന പേരുള്ള മുദാഫിനിലേക്കാണ് ഇപ്പം അതും. ഷഹിറു റമദാന ഒരു മുൻസരിഫ് ആയതുകൊണ്ട് റമദാനി തന്നെയാണ്.
മുദാഫിലേൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ റമദാൻ എന്ന ഇസ്മുള്ള മാസം ഷഹ്റു റമദാൻ പറഞ്ഞാൽ റമദാൻ എന്ന തർക്കീബ് മുദാഫിലേ 10 കൊണ്ട് ഇറ്. അപ്പോൾ ഷഹ്റു മുദാഫ്. അപ്പോൾ രണ്ടാവണം. രണ്ടാവാൻ എന്താ അർത്ഥം വെക്കുക? പേരുള്ള മുസമ്മ മാസം, മുസമ്മ മാസം. പിന്നെ യൗമിൽ ഖമീസ് പോലെ വ്യാഴം എന്ന, ഖമീസ് എന്ന വ്യാഴം എന്ന പേരുള്ള ദിവസം മുസമ്മ എന്നർത്ഥം. യൗമ മുസമ്മയാണ്. ഖമീസ് ആ വ്യാഴത്തിൻ്റെ പേരും. പിന്നെ അവിടെ അൽ ആത്തി പിറകെ വരുന്നതായ. ഈ ജമ്മൽ ജവാമി എങ്ങനെയുള്ളതാണ്? പിറകെ വരുന്നതായ. അൽ ആത്തി കൊണ്ടുവരുന്നതായ. എന്തിനെ കൊണ്ടുവരും? ബിൽ ഖവാഇദിൽ ഖവാത്തി. എന്തിനെ കൊണ്ടുവരും? പൊതുതത്വങ്ങളെ കൊണ്ടുവരുന്ന ജമ്മുൽ ജവാമിയാണ്. അത് എന്തിനാൽ? മിൻ ഫന്നിൽ ഉസൂലി. ഉസൂലിന്റെ ഉസൂൽ എന്ന പേരുള്ള ഫന്നിനാൽ. മനസ്സിലായ അവിടേക്ക്? അപ്പൊ ബിൽ ഖവാഇദിൽ ഖവാത്തിന്റെ ബയാനാണ് മിൻ ഫന്നിൽ ഉസൂലി എന്നുള്ളത്. അല്ലാത്തി ഇത് പിറകെ വരുന്ന കൊണ്ടുവരുന്ന ഖവാഇദുൽ ഖവാത്തി ഗണ്യതമായ ആ തത്വങ്ങൾ എന്തിനാൽ? ഉസൂലിന്റെ ഫന്നിനാൽ. ശരിക്കും ബിൽ ഖവാഇദുൽ ഖവാത്തിന്റെ ബയാനാകുമ്പോൾ എവിടെ പറയേണ്ടതായിരുന്നു? ശേഷം പറയേണ്ടതായിരുന്നു. മുന്തിച്ചതാണ്. അതായത് ആൽ എന്നുള്ള അർത്ഥമാണ്. ബയാന്റെ മിന്നാകുമ്പോൾ എന്താ അർത്ഥം വരാ? അതിനാൽ ഉസൂലിന്റെ ഫന്നിനാൽ. അതായത് ഖവാഇദുൽ ഖവാത്തി ആണ് അതെന്താണെന്ന് പറയണം. ഉസൂലിന്റെ ഫന്നിനാൽ. അതിൽ നിന്നൊന്നല്ല. അതിനാൽ അതിൽ നിന്നാകുമ്പോൾ അതിൽ നിന്നുള്ള ചിലത് എന്നുള്ള അർത്ഥത്തിലേക്ക് വരും. അപ്പൊ തബീദിന്റെ ഭിന്നാവും. ഇവിടെ അതിനാൽ അതന്നെയാണ് ഇതും. ഖവാഇദുൽ ഖവാത്തി എന്താണ്? ഉസൂലിന്റെ ഫന്നുകളാൽ. പൊതുതത്വം തന്നെ പറഞ്ഞിട്ടുള്ളൂ. ബിൽ ഖവാഇദുൽ ഖവാത്തി. ഖവാഇദുൽ ഖവാത്തിനെ കൊണ്ടുവരാം. അത് ഏത് ഖവാഇദുൽ ഖവാത്തിയാന്ന് കിട്ടണ്ടേ? അതെന്തിനാൽ? ഉസൂലിന്റെ ഫന്നിനാൽ. മിൻ എന്നതും ഒമാ ബഅദഹ അതിന്റെ ശേഷമുള്ളതും. ശേഷം എന്ന് പറഞ്ഞാൽ ഈ ഫന്നിൽ ഉസൂല് പറഞ്ഞ മിന്നിന്റെ മജ്റൂറുകള്. മിന്നും അതിന്റെ ശേഷമുള്ള മജ്റൂറും ബയാനാണ്. ഇനി വരാളിന്റെ ഖവാഇദുൽ ഖവാത്തി എന്ന മുസന്നിഫിന്റെ വാക്കിന്റെ ബയാനാണ് എന്നറിയാം. മിന്നു എന്ന് പറഞ്ഞാൽ മിന്നു ശേഷമുള്ള പറഞ്ഞാൽ മിൻ ഫന്നിൽ ഉസൂലി എന്നുള്ളത്. മിൻ ഫന്നിൽ ഉസൂലിന് മുന്തിക്കപ്പെട്ടു. ഈ ഖവാഇദുൽ ഖവാത്തിന്റെ ബയാനാകുമ്പോൾ ബയാന് ബാക്കിലൂടെ വരേണ്ടത്. ആദ്യം ഏത് പറയണ്ടേ? ഖവാത്തിയുൽ പറയണ്ടേ? എന്നിട്ട് അതിനെ ബയാൻ ചെയ്യലല്ലേ? ആദ്യം പറഞ്ഞിനല്ലേ പിന്നെ ബയാൻ ചെയ്യല്. അല്ല ആദ്യം തന്നെ ബയാൻ ചെയ്തിട്ടാ സാധനം പറല്. അപ്പൊ ഇതിനെ ഈ ബയാൻ പിന്തിക്കണ്ടേ? ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ വിവരിക്കുക എന്നുള്ളതല്ലേ? വിവരിക്കണമെങ്കിൽ ആദ്യം ആ കാര്യം വരണ്ടേ? ഇത് കാര്യം വിവരണം മുന്തിച്ച് കുദ്യമ മുന്തിക്കപ്പെട്ടോ? ഈ ഏതിനെ മുന്തിക്കപ്പെട്ടോ? മിൻഫന്നിനെ മുന്തിക്കപ്പെട്ടോ? അല്ലെങ്കിൽ ഈ ബിൽ ഖവാഇദിനേക്കാൾ എന്തിനു വേണ്ടി? അന്ത്യപ്രാസത്തെ സൂക്ഷിക്കാൻ വേണ്ടിയെന്ന്. എന്ന് പറഞ്ഞാലേ അയിന് കൊണ്ടാണ് മൂപ്പരിങ്ങനെ. അതാ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞു? നദറൗഫി മൻഇൽ മവാനി. അയിനിട്ട് നദറൗഫി മൻഇൽ മവാനി നിക്മാലി ജംഇൽ ജവാമി. അയിന് കൊണ്ട് അവസാനിപ്പിച്ച്. അല്ലാത്തി മിൻ ഫന്നിൽ ഉസൂനി ബിൽ ഖവാഇദിൽ ഖവാത്തി അയിന് കൊണ്ട് അവസാനിപ്പിച്ച്. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? പിന്നെന്താ നോക്കുക അതിനുണ്ടെന്ന്. അൽ ബാലിഗ മിനൽ ഇഹാത്തതി ബി അസ്ലൈനി മബ്ലഗ ദവിൽ ജിദ്ദി വത്തശ്മീരി. അവിടെ പിന്നെ അതിനില്ലാന്ന് തോന്നുന്നു. ഏതായിരിക്കട്ടെ, കൈനെടുത്തോളം കൈനുണ്ടാക്കി. ഇനി ഒരു ഖായിദത്തു പൊതുതത്വം എന്നാണ് അർത്ഥം. ഗണ്യതമായ പൊതുതത്വം എന്നല്ല നമ്മൾ ഖവാഇദിനർത്ഥം വെച്ചത്. ഖവായിദ് ജമ്മു ഖായിദാണ്. ഖായിദ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൊതു നിയമങ്ങൾ. ഖളിയ കുല്ലിയായ പൊതു ഖളിയ. യുതഅറഫു മിൻഹ അതിൽ നിന്ന് ആ പൊതു തത്വത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടും. അഹ്കാമു ജുസിയാത്തി അതിൻ്റെ ഓരോ ജുസികളുടെ ഹുക്കുമുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഫായിൽ മർഫു ആണെന്ന് പൊതുതത്വമാണ്. അവ നമുക്ക് എന്ത് കിട്ടും? ജാ സൈദ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ഈ സൈദ് എന്താണ്?
ഇത് ഫായിലാണെന്ന് മനസ്സിലാക്കിയാൽ ഇത് എന്തായിരിക്കും കിട്ടും. ഏതാണ് പൊതുതത്വം. ഫായിൽ മർഫു ആണ് എന്നുള്ളൊരു പൊതുതത്വം പഠിച്ചു വെച്ചാൽ അപ്പം നമ്മൾ എന്ത് കിട്ടും. ഒരു സെയ്ത് വന്നാൽ അവിടെ ഫായിലാന്ന് മനസ്സിലാക്കിയാൽ അപ്പം പിന്നെ അവിടെ എന്ത് കിട്ടണമെന്ന്. അപ്പം അതിൻ്റെ ജുസഇയാത്തുകൾ അതിൽ നിന്ന് മൂത്തക്ക് റഫാണെന്ന് കിട്ടിയാൽ എല്ലാ ഓരോ മൂത്തകൾ വരുമ്പോഴും ആ ജുസുകളൊക്കെ വരുമ്പോൾ അക്ക് പൊതുതത്വത്തിന് കീഴിലുള്ള ജുസുകളാണ്. ഇതുപോലെ ഇവിടെയുള്ള പൊതുതത്വമുണ്ട്. അമ്ര ഉജൂബിനാണ് എന്നുണ്ടാവും. ഇതിൽ പറയാൻ പോകുന്ന ഒരു പൊതുതത്വമാണ് എന്ത്, കൽപ്പനകളെ ഉജൂബിനാണ് അതിൻ്റെ അസല്. അപ്പോൾ പിന്നെ നമ്മളെ അക്കീമുസ്സല എന്ന് പറഞ്ഞാൽ അക്കീമു എന്ന് പറഞ്ഞാൽ എന്തിനാണ് അള്ളാഹു അവിടെ എന്താണ് നിസ്കാരം എന്താക്കണം എന്ന് വന്ന്. അക്കീമുസ്സല എന്ന ആ ജുസ് അത് ഒരു പ്രത്യേക ഒരു വസ്തുവാണ്. അത് വാജിബാണ്. അല്ലംറു വുജൂബി എന്നുള്ള തത്വത്തിൻ്റെ ഉള്ളിൽ ഇത് കിടക്കുന്നുണ്ട്. അക്കീമുസ്സല അമ്രാണ്, അപ്പോൾ അത് വുജൂബിനാണ്. അങ്ങനെ ഓരോ ജുസൈകൾ ആത്തുസക്ക വുജൂബിനാന്ന് കിട്ടും. മനസ്സിലായ? സൂമു വുജൂബിനാന്ന് കിട്ടും. ഹജ്ജു വുജൂബിനാന്ന് കിട്ടും. അമ്രുകളൊക്കെ കായിദ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ കാണാതെ പഠിക്കണം. ഖളിയത്തുൻ കുല്ലിയത്തുൻ യുതഅറഫു മിൻഹ യുതഅറഫു യുറഫു എന്നിട്ടില്ല. യുതഅറഫു എന്നാകുമ്പോൾ പ്രയാസം സഹിച്ചുകൊണ്ട് അറിയാൻ കഴിയുന്ന അഹ്കാമു ജുസഇയാത്തിഹ, ആ പൊതുതത്വത്തിൻ്റെ ജുസുകളുടെ ഹുക്കുമുകളാണ്. മൗളൂഇൻ്റെ ജുസഇയാത്തിഹ, മൗളൂഇൻ്റെ ജുസഇയാത്ത്. പിന്നെ നഹു അല്ലംറു ലിൽ വുജൂബി എന്നതിൽ പറയാൻ പോകുന്ന ഒരു തത്താണ്. അമ്ര ആകുന്നത് വുജൂബിനാണ്. ഹക്കീക്കത്തിൽ അമ്രു വുജൂബിനാണ്. ചിലയിടത്ത് മാറ്റം ഉണ്ടാകാം. ശരിക്കും അമ്ര ഹക്കീക്കായിട്ട് എങ്ങനെ വരല്ലേ അമ്രു വുജൂബിനായിരിക്കും. ഇനി ഇതിൽ പറഞ്ഞ വേറെ പൊതുവത്താണ് ആ ഇൽമ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനുണ്ട്. ഇൽമ പറഞ്ഞൊരു സിഫത്ത്, അത് അക്കീദയിൽ ഒരു പൊതുതത്വം പറഞ്ഞെന്താണ്. ഞാൻ വരാൻ പോണ രണ്ടാം ഫന്നില്ല. അക്കീദയിലെ ഒരു പത്താണ് എന്തുണ്ടെന്ന്. അള്ളാഹ്ക്ക് എന്ത് എന്ന സിഫത്തുണ്ട്. ഇൽമ എന്ന് പറഞ്ഞ സിഫത്ത് അള്ളാഹ്ക്കുണ്ട്. അത് വേട്ടെ. കവാത്തി അൽ കവാത്തി എന്ന് പറഞ്ഞില്ലേ. കാത്തിയത്ത് പറഞ്ഞ എന്താ? ബിഹ, ഉറപ്പിക്കപ്പെട്ടത് എന്ന അർത്ഥം. അപ്പോൾ കാത്തിയത്ത് പറഞ്ഞ ഇസ്മുഫായിലിന് എന്താ അർത്ഥം? ഇസ്മഫുലിൻ്റെ അർത്ഥം മഖ്തൂഇ ബിഹാ, ഉറപ്പിക്കപ്പെട്ടത് എന്നാണ്. ഈ പൊതുതത്വം എങ്ങനെ ആക്കപ്പെട്ടതാണ്? ഗണ്യതമാക്കപ്പെട്ട തത്താണ്. അത് ഉറപ്പിക്കപ്പെട്ട തെളിവ് കൊണ്ട് എന്താ? ആ തത്വങ്ങളൊക്കെ എങ്ങനെ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്? തെളിവ് മുഖേന, ഖുർആനിന്നും സുന്നത്തുനിന്നൊക്കെ ഉള്ള തെളിവ് മുഖേന ഉറപ്പിക്കപ്പെട്ടതായ പൊതുതത്വമാണ് ഇതിൽ പറയാൻ പോണത്. കാത്തിയല്ല, ഉറപ്പിക്കുന്ന പൊതുതത്വമല്ല. പിന്നെ ആ തത്വത്തെ എന്താക്കപ്പെടുകയാണ്? ഉറപ്പിക്കല് തെളിവുകളായിട്ട് ആണ് ഉറപ്പിക്കല്. ഇത് ഉറപ്പിക്കപ്പെട്ടതാ. അതിൻ്റെ തെളിവുകളാണ് ഉറപ്പിക്കുന്ന സാധനം. ഏതുപോലെ അറിയാം? റാലിയ, തൃപ്തിയുള്ളവനായ ജീവിതം എന്നാണ് അർത്ഥം വെക്കേണ്ടത്. ഈശത്തിൻ തൃപ്തി ജീവിതം. റാലിയത്തിന് എങ്ങനെയുള്ള ഉള്ളവനായ, തൃപ്തിയുള്ളവനായ. ശരിക്ക് റാലിയത്തിനല്ല അവിടെ പറയണേ, മർദിയത്തിന് പറയണം. തൃപ്തിയാക്കപ്പെട്ട ജീവിതം. ജീവിതം തൃപ്തിയുള്ളവനാകൂല. ജീവിതം എന്താകല്? മനുഷ്യനാണ് അതിൽ കടക്കുന്നവനാണ് എന്താവല്? ആ ജീവിതത്തിലുള്ളവനാണ് തൃപ്തിയുള്ളവൻ. പക്ഷെ പറഞ്ഞത് എന്താണ്? തൃപ്തിയുള്ളവനായ ജീവിതം. ശരിക്കും ഉദ്ദേശാർത്ഥം എന്താണ്? തൃപ്തിയാക്കപ്പെട്ട. അപ്പൊ ഇസ്മു ഫായിലിന് ഏത് മാനാക്ക് ഉപയോഗിക്കലുണ്ട്? അതാണ് കാത്തിയത്ത് കവാത്തി മഖ്തൂഅത്തിന്റെ മാനാക്കാണ് എന്ന് പറഞ്ഞു. ഈശത്ത് റാലിയയിൽ അങ്ങനെയാണ്. ഈശത്തിന്റെ സിഫത്താണ് റാലിയത്തി. അപ്പൊ ഈശത്ത് എന്ന് പറഞ്ഞാല് മർലിയായ ഈശത്ത് എന്നാണ് പറയേണ്ടത്. പിന്നെ മിൻ ഇസ്നാദിമ, ഒന്നിനെ ചേർത്തതാണ്. ലിൽ ഫായിൽ, ഫായിലിന് വേണ്ടി പറയുന്ന പദം. അതായത് കാത്തി എന്ന് പറഞ്ഞ പദത്തെ ചേർത്തു. ഫായിലിനുള്ള പദമുള്ളത്.
ഫായിലിന് വേണ്ടി പറയുന്ന ഒരു പദമുള്ളത് ലഫ്ളല്ല മീൻ ഇസ്നാദി മാ ഒന്നിനെ ഇസ്നാദ് ചെയ്താണെങ്കിൽ ഫായിൽ ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദം ഫായിലിന് വേണ്ടി ഉപയോഗിക്കുന്ന കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്ന പദത്തെ ചേർത്തി ഇലൽ മഫ്ഊലി ബിഹി എന്തിലേക്ക് ചേർത്തി മഫ്ഊലും ബിഹിലേക്ക് ചേർത്തി. മഫ്ഊലും ബിഹി എന്ന് പറഞ്ഞാൽ കവായിദാണ് ഇവിടുത്തെ ഉദ്ദേശം. ഫായിലിന് വേണ്ടി ഉപയോഗിക്കുന്ന കാത്തിനെ ചേർത്തി മഫ്ഊലും ബിഹി പറഞ്ഞ അതിലേക്ക് കവായിദിലേക്ക് ചേർത്തി. ഫായിലിന് വേണ്ടി പറയുന്ന കവായിദിനെ എന്തിലേക്ക് ചേർത്തി പറഞ്ഞു? അല്ല, കവാത്തീനെ എന്തിലേക്ക് ചേർത്തി പറഞ്ഞു? അല്ല കുട്ടിയെ, കവായിദ് എന്ന അതിന്റെ മഫ്ഊലാണത്. കായിദകളൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? ഗണ്യതമായതല്ല, മാക്കപ്പെട്ടവനല്ലേ. ഏതാ മഫ്ഊലും ബിഹി ചങ്ങയ്യെ? കവായിദ് മഫ്ഊലും ബിഹിയാണ്. അപ്പൊ പിന്നെ മഖ്തൂഇ എന്നാണ് അതിന്റെ സിഫത്ത് പറയേണ്ടിയിരുന്നത്. എന്നിട്ടപ്പ എന്ത് സിഫത്തിട്ടാ പറഞ്ഞത്? ഫായിലായ സിഫത്തിട്ട് കണ്ടാ പറഞ്ഞത്. ആർക്ക് വേണ്ടി പറഞ്ഞത്? കവായിദ് എന്ന മഫ്ഊലും ബിഹിക്ക് വേണ്ടി പറഞ്ഞത്. മഫ്ഊലും ബിഹിയിലേക്ക് ആരെ ചേർക്കാൻ നിന്നത്? കവാത്തി എന്ന ഇസ്മു ഫായിലിനാണ് ചേർത്തത്. ഫായിലിന് വേണ്ടി ഉപയോഗിക്കുന്ന പദം എന്തിന്റെ സിഫത്താക്കി കൊണ്ടുവന്നു? മഫ്ഊലിന്റെ സിഫത്താക്കി കൊണ്ടുവന്നു. മഫ്ഊലിലേക്ക് ചേർത്തി പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകണ്ട? റാലിയത്തിന്റെ അവിടെ അങ്ങനെ തന്നെ. ഈശത്തെ യഥാർത്ഥത്തിൽ മഫ്ഊലാണ്. മഫ്ഊലിലേക്ക് എന്തിനെ ചേർത്തിയത്? ഫായിലിന്റെ പദമാണ് ചേർത്തിയത് ഈശത്തിലേക്ക്. അതാണ് മഫ്ഊലും ബിഹി എന്ന് പറഞ്ഞ ഉദ്ദേശം ഏതാണ് എന്ന് മനസ്സിലായില്ലേ? കവായിദാണ് കേട്ടോ അവിടുത്തെ ഉദ്ദേശം അല്ലേ. കവാത്തി എന്ന ഫായിലിന് വേണ്ടിയുള്ളതിനെ മഫ്ഊലും ബിഹിയിലേക്ക് ചേർത്തി, കവായിദിലേക്ക് ചേർത്തി, മജാസായിട്ട് ചേർത്തിയതാണ്. എന്തുകൊണ്ട് മജാസായിട്ട് അങ്ങനെ ചേർക്കുവോ? ലിമുലാബസത്തിൽ ഫീലി ലഹുമാ. ഫായിലിനോട് മഫ്ഊലിനോട് ഫീല് ബന്ധിക്കൂലേ? എന്തേ ബന്ധിച്ചതിന് അതായത് അതൊരു മജാസ് രണ്ട് ഇനുണ്ട്. നിങ്ങള് തോഫത്തുൽ ഇഖ്വാനിലെ എപ്പോഴും ഓർമ്മക്കേണ്ട ഒരു കാര്യം, മജാസ് രണ്ട് ഇനുണ്ട്. ഒന്ന് കലിമത്തിലുള്ള മജാസും രണ്ട് ഇസ്നാദിലുള്ള മജാസും. എന്തേ? കലിമത്തിലുള്ള മജാസിന് മജാസ് മുഫ്രദ് എന്നൊക്കെ പറയലുണ്ട്. മറ്റേ ഇസ്നാദിലുള്ള മജാസ് ഏറ്റവും ഉദാഹരണം പഠിച്ചു വെച്ചാൽ മതി. കലിമത്തിലുള്ള മജാസിന് റഅയ്തു അസദൻ. എന്തേ? റഅയ്തുവിന്റെ അർത്ഥം കണ്ടു തന്നെ. അതിന്റെ അർത്ഥം എപ്പോഴും കണ്ടു തന്നെ. അസദ് എന്ന് പറഞ്ഞാൽ സിംഹത്തിനെ കണ്ടിക്കണം. ധീരതയുള്ള ഒരു ചങ്ങായിനെ കണ്ടിനെ പറ്റിയാണ് എന്തെന്ന് പറയുന്നത്? അസദ്. അപ്പൊ അസദ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തില് ഒറിജിനൽ അർത്ഥത്തിനാണ് ഉപയോഗിച്ചിട്ടുണ്ടത്. പിന്നെന്താ? ഒരു ധീരതയുള്ള സൈദിനെ പറ്റിയാണ് ഇപ്പൊ അസദ് എന്ന് പറയുന്നത്. ഒരു കലിമത്തിന് അതിന് നേരെ അർത്ഥത്തിന് ഉപയോഗിക്കാതെ മജാസിയായ വേറൊരു അർത്ഥത്തിന് തുല്യപ്പെടുത്തിക്കാണ്ട് സൈദൂനെ അസദിനോട് എന്താക്കി? തുല്യപ്പെടുത്തിയിട്ട് അസദിന് പറയുന്ന സിംഹത്തിന് പറയുന്ന അസദ് എന്ന പദത്തിന് ആർക്കും വേണ്ടി വായ്പായിട്ട് വാങ്ങി, ഇസ്തിആറത്തായിട്ട് വാങ്ങി. ഇസ്തിആറത്തൊന്നും പറയും കലിമത്തുള്ള മജാസിന്. ഇങ്ങോട്ട് ആർക്ക് വാങ്ങി? സൈദൂനെ വാങ്ങി. സൈദൂനെ എന്തിനോട് തുല്യപ്പെടുത്തി? ഒറിജിനൽ സിംഹത്തിനോട്, പാലുള്ള സിംഹത്തിനോട് തുല്യപ്പെടുത്തിയിട്ട് സിംഹത്തിന് പറയുന്ന ഒരു കുപ്പായുണ്ട്. എന്താണ്? അസദ്. സിംഹത്തിന് പറയുന്ന, സിംഹത്തിന് നമ്മൾ ഇട്ട് കൊടുത്ത ഒരു കുപ്പായുണ്ട്. ആ അസദ് എന്ന ആ ലഫ്ദിനെ അയാളിക്കുന്ന വായ്പായിട്ട് ആർക്കും വേണ്ടി വാങ്ങിപ്പോയി. അപ്പൊ ഇസ്തിആറത്ത് എന്നൊക്കെ പറയണ മജാസാണ് ഈ കലിമത്തിലുള്ള അവിടെയുള്ള മജാസ്. അവിടെ ആ കലിമത്തിന് വേറെ അർത്ഥത്തിന് എന്തായിട്ടുണ്ടാകും? അതല്ല ഇസ്നാദിലുള്ള മജാസ്. ഇനി രണ്ടാമത്തെ മജാസ് വേറെ. ഇവിടെ അതല്ല നടന്നിട്ടുണ്ടത്. ഈ റഅയ്തു അസദ് അല്ല നടന്നിട്ടുണ്ടത്. രണ്ടാമത്തെ മജാസാണ് എന്ത്? ഇസ്നാദിലുള്ള മജാസ്. ആ പദത്തിന് അതേ അർത്ഥം തന്നെ ആയിരിക്കും. ആ പദത്തിന് എന്താക്കിയിട്ടുണ്ടാവില്ല, വേറൊരു ആശയത്തിന് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. എന്താ പറഞ്ഞത്? ആ പദത്തിന്റെ അർത്ഥം. ഇപ്പൊ 50 റബീഉൽ ബഖല എളുപ്പത്തിന് ഒറ്റ ഉദാഹരണം പഠിച്ചിട്ടാൽ മതി. എന്താണ് 50ന്റെ അർത്ഥം? ആ പദത്തിന്റെ അർത്ഥം ഏതന്നെ? മുളപ്പിച്ചു. റബിയോ എന്ന് പറഞ്ഞാൽ എന്തെന്നെ? വസന്തകാലം തന്നെ. ബക്കല പറഞ്ഞാൽ ചെടിയ ചീരയ എന്നൊക്കെ തന്നെ.
അപ്പോൾ അമ്പത്തേക്ക് അർത്ഥം മാറ്റിയ റബീന് അർത്ഥം മാറ്റിയ അതൊന്നും അർത്ഥം മാറ്റിയിട്ടില്ല. വക്കലൊക്കെ അർത്ഥം. പക്ഷെ നമ്മൾ നേരത്തെ റൈത്ത് അസദൻ്റെ അവിടെ എന്ത് മാറ്റീനി നമ്മൾ? ആ സൈദിനെ പറയേണ്ട അടുത്ത് സൈദിൻ്റെ അർത്ഥത്തിന് അസദ് എന്നാ പറയുന്നത്. ഇവിടെ അങ്ങനല്ലല്ലോ. അമ്പത്താന്ന് പറഞ്ഞാൽ അമ്പത്തല്ലാഹൂന്ന് ആണ് ശരിക്ക്. ആര് മുളപ്പിച്ചു? റബി കാരണമായിട്ട് എന്നാ, വസന്തകാലം കാരണമായിട്ട്. അപ്പം ഫായിലേക്ക് ഇസ്നാദ് ചെയ്യേണ്ടടുത്ത് അമ്പത്തന അതിൻ്റെ അള്ളാഹു എന്ന ഫായിലേക്ക് ഇസ്നാദ് ചെയ്യേണ്ടടുത്ത് സബബിലേക്ക് ഇസ്നാദ് ചെയ്തു. സബബാണ് എന്ത്? റബി. അർത്ഥം തന്നെ റബീന് അള്ളാഹുന അമ്പത്ത എന്ന് പറഞ്ഞാൽ മുളപ്പിച്ചു തന്നെയാണ്. റബീന് അതിൻ്റെ ഒറിജിനൽ അർത്ഥം തന്നെയാണ്. അള്ളാഹെന്നൊന്നും അർത്ഥമില്ല. മറ്റൊരുത്ത അർത്ഥം മാറ്റണ്ടേ. ഇവിടെ എന്ത് മാത്രമാണ് അമ്പത്തല്ലാഹൂന്ന് ഇങ്ങോട്ട് ചേർത്തേണ്ട ഇസ്നാദ് ചെയ്യേണ്ടടുത്ത് അമ്പത്ത റബീഊന്ന് കാരണത്തിലേക്ക് ഇസ്നാദ് ചെയ്തു. എന്ന മാതിരി ഇവിടെ ഖവാഇദിന് മഖ്തൂഇലേക്ക് ഇസ്നാദ് ചെയ്യേണ്ടടുത്ത് ഖവാത്തിയിലേക്കാണ് ഇസ്നാദ് ചെയ്തത്. ഫായിലിനുള്ള ഒന്നിനെ മഫ്ഊലിലേക്ക് ഇസ്നാദ് ചെയ്തതാണെന്ന് അർത്ഥം. ഇസ്നാദിലുള്ള മജാസാണ് ചുരുക്കി പറയാം. നിർത്താം. പിന്നെ നിർത്തലേ.